ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം അതിന്റെ 18 വാക്യം മുതൽ 34 അധ്യായത്തിന്റെ 2 വാക്യം വരെ വായിക്കാം. യാക്കോബ് പദ്ദനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. എന്നാറെ ഹിവ്യനായ ഹാമോരിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായ്മ വരുത്തി. ആഹാബിന്റെ കാലത്ത് ഇസ്രായേലിൽ 3 വർഷം ക്ഷാമം വന്നപ്പോൾ ദൈവം ഏലിയാവിനോട് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാന്ന് കൽപ്പിച്ചു. അവിടെ അവന് ഭക്ഷണം തരേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ഈ വാക്കുകൾ അനുസരിക്കാതെ ആ തോട്ടിനരികിൽ പോയില്ല എന്ന് കരുതുക. ദൈവം നിയോഗിച്ച കാക്ക രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയുമായി അവിടെ വരികയും ആരെയും കാണാതെ മടങ്ങിപ്പോവുകയും ചെയ്യും. നമ്മോട് ദൈവം പോകുവാൻ കൽപ്പിച്ച സ്ഥലത്താണ് ദൈവം നമുക്കായി അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ദൈവഹിതത്തിൽ നിന്ന് അകന്ന് കുഴപ്പത്തിലായ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യാക്കോബ് തന്റെ ഭാര്യമാരും കുട്ടികളും അവന്റെ കന്നുകാലികളും ആട്ടിൻകൂട്ടങ്ങളും അവന്റെ വേലക്കാരുമായി ഒടുവിൽ കനാനിലേക്ക് സുരക്ഷിതമായി മടങ്ങുകയാണ്. ഹാരാനിലേക്കുള്ള തന്റെ യാത്രയിൽ ദൈവം മുമ്പാകെ നേർന്നിരുന്നതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതിനായി ബേഥേലിലേക്കും തുടർന്ന് നേരെ തന്റെ പിതാവിന്റെ വാസസ്ഥലത്തേക്കും പോകുവാനായിരുന്നു അവന്റെ പദ്ധതി. എന്നാൽ ബേഥേലിലേക്ക് പോകുന്നതിന് പകരം അവൻ പാതി വഴിയിൽ തങ്ങിയതായി നാം കാണും. അവൻ കനാനിനടുത്തുള്ള ശേഖേമിൽ താമസമാക്കി. അവിടെ അവനൊരു ഭൂമി വാങ്ങി ഒരു യാഗപീഠം പണിതു. ഈ ഭൂമി വാങ്ങിയതിന്റെ ന്യായീകരണം ഇതായിരിക്കാം. വർഷങ്ങളോളം അവന്റെ പിതാക്കന്മാർ കനാനിൽ പലയിടങ്ങളിലായി താമസിച്ചു. അവിടെ അനേകം യാഗപീഠങ്ങൾ പണിയുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുകയും അവനിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. നാം ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഭക്തിനിർഭരമായ ന്യായീകരണങ്ങൾ അവയ്ക്കടിയിലുള്ള അനുസരണക്കേടിന്റെയും അവിശ്വാസത്തെയും മറയ്ക്കുവാൻ സാധിക്കില്ല. യാക്കോബിനെ അനേക പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം സംരക്ഷിച്ചു എന്നത് സത്യമായിരുന്നു. ലാബാനോ ഏശാവിനോ ചുറ്റുമുള്ള ജാതികൾക്കോ അവനെ ഉപദ്രവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം പലപ്പോഴും നാം തന്നെ സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി സ്വയം ദൈവകോപം നമ്മുടെ മേൽ വിളിച്ചു വരുത്തുന്നതായിട്ട് നമുക്ക് കാണാം. സാത്താന്റെ ഈ തന്ത്രം നാം അറിയാതെ പോകരുത്. ഈ സാഹചര്യത്തിൽ അവർ യാക്കോബിന്റെ മക്കളെ കോപത്തിലൂടെയും തിന്മയുടെ വെറുപ്പിലൂടെയും ദൈവത്തിൽ നിന്ന് അകറ്റി. ഏതാനും തലമുറകൾക്ക് ശേഷം മോവാബിലെ ബാൽപെയോരിൽ ഇസ്രായേലിന് മേൽ ശാപം വരുത്തുവാനുള്ള ബിലെയാമിന്റെ എല്ലാ ശ്രമങ്ങളെയും ദൈവം തടഞ്ഞു. എന്നിരുന്നാലും മോവാബ്യ സ്ത്രീകളുടെ വശീകരണങ്ങൾക്ക് വിധേയമായി ഇസ്രായേൽ തങ്ങളുടെ മേൽ ദൈവകോപം വിളിച്ചു വരുത്തി. ആ മോവാബ്യ സ്ത്രീകൾ അവരെ വിഗ്രഹാരാധനയിലേക്കും പരസംഗത്തിലേക്കും നയിച്ചു. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകത്തിന്റെ തിന്മയിലേക്ക് വലിച്ചഴിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും അവനെ മാത്രമേ സേവിക്കുകയും ചെയ്യാവൂ എന്നെഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിനെ നമുക്ക് പിന്തുടരാം. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടിവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. ദീന ആ ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയതായി നാം വായിക്കുന്നു.
തന്നെ സംരക്ഷിക്കുവാൻ സഹോദരൻ തന്റെ സഹോദരങ്ങളില്ലാതെ അപരിചിതമായ ഒരിടത്ത് താൻ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് അവൾ അറിഞ്ഞിരിക്കണം. അവളുടെ സഹോദരന്മാർ കന്നുകാലികളുമായി വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ചിന്താശൂന്യത നിർഭാഗ്യവശാൽ അവളെ വലിയ സങ്കടത്തിലേക്ക് നയിച്ചു. ശേഖേമിലെ ആളുകൾ അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിന്റെ അവകാശികളായിരുന്നില്ല. അവരുടെ അതിക്രമം തികയുമ്പോൾ അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനായിരുന്നു ദൈവിക വിധി. എന്നാൽ ദീനയ്ക്ക് അവരുടെ ജീവിത ശൈലിയിൽ ജിജ്ഞാസയും താല്പര്യവും തോന്നി. ഇതായിരുന്നു അവളുടെ വീഴ്ച. ദൈവത്തിന്റെ ശത്രുക്കളായ തിന്മയുടെ ആത്മീക ശക്തികളോടുള്ള സഹതാപവും താല്പര്യവും എല്ലായ്പ്പോഴും നമ്മെ നമ്മുടെ നാശത്തിലേക്ക് നയിക്കും. വ്യക്തവും ദൈവത്തിന് വിരോധമായതും അവൻ ഇതിനകം വിധി കൽപ്പിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ നമുക്ക് പലപ്പോഴും അനാവശ്യമായ താല്പര്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ സ്നേഹവും താല്പര്യവും യഥാർത്ഥത്തിൽ ആരോടാണ് എന്ന് വെളിവാക്കുന്നു. നമ്മുടെ ചിന്തകൾ ദൈവത്തോട് വിരോധമാണെന്നാണ് നമ്മെ കാണിക്കുന്നത്. ഭക്തികെട്ടവരുമായി ഇഴുകിച്ചേരുകയോ ലയിക്കുകയോ ചെയ്യുന്നത് വലിയ ആത്മീയ അപകടത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. യാക്കോബിന്റെ ഏക മകളായ ദീനയെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ പിന്നീട് ഒരിക്കലും നാം വായിക്കുന്നില്ല. ഭക്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും ഭക്തികെട്ട താല്പര്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ എല്ലാവരോടും സൗഹാർദ്ദപരമായിരിക്കണം. എല്ലാവരോടും സ്നേഹവും അനുകമ്പയും കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നമുക്ക് എല്ലാവരുമായും ചങ്ങാത്തം കൂടുവാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരുമായി മാത്രമേ നമുക്ക് കൂട്ടുകൂടാവൂ. ദൈവം സൃഷ്ടിച്ച ഈ നല്ല ഭൂമിയിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതം ആസ്വദിക്കാം. എന്നാൽ നമ്മുടെ ജഡമോഹങ്ങളുടെ കരുണയിലായിരിക്കാൻ നമുക്കാവില്ല. ഈ പാഠം നാം ശ്രദ്ധാപൂർവം പരിശീലിക്കേണ്ടതുണ്ട്. 2 കൊരിന്ത്യർ 6:14 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാനിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ദീനയുടെ മാനഭംഗത്തിന് ശേഷം തന്റെ വെറുപ്പും പാപത്തോടുള്ള തന്റെ കോപവും പ്രകടിപ്പിക്കുവാനോ അവർ മുൻപോട്ട് വെച്ച നിർദ്ദേശം അപ്പോൾ തന്നെ നിരസിക്കുവാനോ യാക്കോബ് ധൈര്യപ്പെട്ടില്ല. അവൻ തന്റെ മകളെ ശേഖേമിന്റെ വീട്ടിൽ നിന്ന് രക്ഷിച്ചതായും നാം കാണുന്നില്ല. ലോത്തും സോദോമിലെ ജനങ്ങളും ബന്ദികളാക്കപ്പെട്ടപ്പോൾ പ്രതികരിച്ച അബ്രഹാമിൽ നിന്ന് എത്രയോ വ്യത്യാസമായാണ് യാക്കോബ് പെരുമാറിയത്. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളായ ദാസന്മാരോടൊപ്പം. പലപ്പോഴും നമ്മുടെ സ്വന്തം പാപബോധവും നമ്മുടെ ദുർമനസാക്ഷിയും മറ്റുള്ളവരുടെ പാപപ്രവൃത്തികളിൽ നിന്ന് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നു. നമ്മുടെ മനസാക്ഷി മോശമായതിനാൽ നാം മറ്റുള്ളവരെ ഭയപ്പെടുന്നു. വാസ്തവത്തിൽ യാക്കോബിന്റെ മൂത്ത പുത്രന്മാരായ ശിമിയോനും ലേവിയും ലേയിലൂടെ ദീനയുടെ പൂർണ്ണ സഹോദരന്മാരായിരുന്നു. അവർ കോപത്തോടെ എഴുന്നേറ്റു അവരുടെ സഹോദരി അപമാനിച്ച വ്യക്തി താമസിച്ച പട്ടണം മുഴുവനും തുടച്ചു നീക്കി. മകളുടെ അപമാനത്തെക്കുറിച്ച് യാക്കോബ് ഒന്നും തന്നെ പറഞ്ഞതായും കാണുന്നില്ല. എന്നാൽ അവളെ ഒരു വേശ്യയായി കരുതുവാൻ അവന്റെ മക്കൾ വിസമ്മതിച്ചു. സഹോദരിയുടെ മാനവും കുടുംബത്തിന്റെ മാനത്തിനും അവർ വില കൽപ്പിച്ചു. ശേഖേമിന്റെ വീട്ടിൽ നിന്ന് അവളെ രക്ഷിക്കുന്നതിനിടയിൽ അവർ തങ്ങളുടെ അവളുടെ അപമാനത്തിന്റെ പ്രതികാരം ചെയ്തു. എന്നിരുന്നാലും അവരുടെ സ്വാഭാവിക കോപവും ദീനയോടുള്ള സഹതാപവും അമിതമായ പ്രതികാരത്തിന് ന്യായീകരണമല്ല. ഒരു മനുഷ്യന്റെ പാപത്തിന് അവർ ആ പട്ടണത്തിലുള്ള എല്ലാ മനുഷ്യരെയും നശിപ്പിച്ചു. സഹോദരിയുടെ മാനഹാനിക്ക് പ്രതികാരം ചെയ്യുവാൻ അവർ ആ പട്ടണത്തിലുള്ള എല്ലാ സ്ത്രീകളെയും വിധവമാരാക്കി. അതുകൊണ്ടാണ് ദൈവത്തിന് പ്രതികാരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പരിമിതിപ്പെടുത്തേണ്ടി വന്നത്.
ദൈവത്തിന്റെ ന്യായവിധി ന്യായമാണ്. കർത്താവ് അവൻ നടപ്പിലാക്കുന്ന ന്യായവിധിയാൽ അറിയപ്പെടുന്നു. ദുഷ്ടന്മാർ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നും സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും നീതിപരമായ എരിവ് എന്ന് നാം വിളിക്കുന്നത് കേവലം പ്രതികാരപരമായ ക്രൂരത മാത്രമാണ്. ദൈവം നമ്മെ നീതിനിഷ്ഠമായ വിനയത്തിലേക്കും അവന്റെ നീതിയിലും ശക്തിയിലുമുള്ള ആശ്രയത്തിലേക്കുമാണ് വിളിക്കുന്നത്. യാക്കോബ് തന്റെ കാര്യസാധനത്തിനായി ആവർത്തിച്ച് കള്ളം പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ തന്റെ മക്കളായ ശിമെയോനും ലേവിയും അതേ വഴി തന്നെ പിന്തുടരുന്നത് ദുഃഖത്തോടെ കണ്ടിരിക്കേണ്ട അവസ്ഥ അവനുണ്ടായി. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ അവർ കള്ളം പറയുകയും അവരെ വഞ്ചിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തു. നാം ദുഷിച്ച മാതൃക കാണിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നാം ചെയ്തതിലും കൂടുതൽ മോശമായ പ്രവൃത്തികളിൽ ഏർപ്പെടും എന്ന് നാം മറന്നു പോകരുത്. ശേഖേമിലെ പുരുഷന്മാർക്ക് യാക്കോബിന്റെ കുടുംബവുമായി സമ്മിശ്ര വിവാഹം കഴിക്കുവാൻ പരിച്ഛേദന ഏൽക്കേണ്ടത് ആവശ്യമാണെന്ന് ശിമെയോനും ലേവിയും കപടരൂപേണ നിർദ്ദേശിച്ചു. അവരുടെ പ്രതികാരം നടപ്പിലാക്കുവാൻ ദൈവം ഉടമ്പടിയുടെ അടയാളമായി കൊടുത്ത പവിത്ര കർമ്മം ഉപയോഗിക്കുവാൻ അവർക്ക് മടിയില്ലായിരുന്നു. ദൈവത്തിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു പരിച്ഛേദന. അത് ചെയ്യുക വഴി ദൈവത്തിലുള്ളവരുടെ വിശ്വാസം അവർ പ്രകടമാക്കുകയും ദൈവിക അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്നെങ്കിലും യാക്കോബിന്റെ പുത്രന്മാർ മറ്റുള്ളവരെ കബളിപ്പിച്ച് കൊല്ലുവാൻ ആ പവിത്ര കർമ്മത്തെ ഉപയോഗിച്ചു. ഈ സംഭവം തന്റെ മരണക്കിടക്കയിൽ വെച്ച് യാക്കോബ് പരാമർശിച്ചതായി നാം വായിക്കുന്നു. ഈ കോപത്തിന്റെയും ക്രൂരമായ ക്രോധത്തിന്റെയും പ്രകടനത്തിന് ശേഷം ശിമെയോനെയും ലേവിയെയും തന്റെ മൂത്ത മക്കളായി അദ്ദേഹം പരിഗണിച്ചില്ല. അവർ ഇനി ഐക്യത്തോടെ ജീവിക്കില്ലെന്നും ഇസ്രയേലിൽ ചിതറിക്കിടക്കുമെന്നും അവൻ പ്രവചിച്ചു. വർഷങ്ങൾക്ക് ശേഷം ലേവി ഗോത്രം വീണ്ടും വാളുമായി എഴുന്നേറ്റു. എന്നാൽ ഇപ്രാവശ്യം ഈ കാര്യം ചെയ്തുകൊണ്ട് അവർക്ക് അനുഗ്രഹമാണ് ലഭിച്ചത്. അതിന് കാരണം ലേവ്യർ തങ്ങളുടെ സ്വന്തം മാനത്തിനല്ല, കർത്താവിന്റെ മാനത്തിനായാണ് പ്രതികാരം ചെയ്തത്. മോശയുടെ കൽപ്പന അനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. അവരുടെ സ്വന്തം ആഗ്രഹമായിരുന്നില്ല അത്. മോശ അവരെക്കുറിച്ച് ആവർത്തന പുസ്തകം 33:8 മുതൽ ഇങ്ങനെ പറയുന്നു. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രയേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുകയും പാപത്തിൽ നിന്ന് അകന്ന് പൂർണ്ണ ജാഗ്രതയോടെ നമ്മുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യാം. നമുക്ക് നിസ്സഹായരായവരെ സംരക്ഷിക്കാം. പക്ഷെ പ്രതികാരം ദൈവത്തിന് വിടാം. നാം പാപം ചെയ്താൽ അവന്റെ കരുണയ്ക്കായി യാചിച്ച് അവങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ പുനർ അവസരങ്ങളുടെ ദൈവമാണ്. നമുക്ക് ദൈവം വീണ്ടും വീണ്ടും നൽകുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതെ അനുസരണത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.